സർക്കാർ ആശുപത്രികളിൽ സംഘടനകൾ നൽകുന്ന ഭക്ഷണ വിതരണത്തിനെതിരെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സൗജന്യ ഭക്ഷണ വിതരണം നിർത്തലാക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. പല ആളുകളെ ഇങ്ങനെ ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചത്. അതിന് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജഹാൻ, ഏതായാലും ജി സുധാകരൻ MLA കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. സംഘടനകൾ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, ഡിവൈഎഫ്ഐ നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതി പ്രയോജനപ്പെടുന്ന നിരവധി ജനങ്ങളുണ്ട്, ആശുപത്രിയിലെത്തുന്നവർക്ക് ആശ്വാസമായിരുന്നു, അതുകൂടി ലക്ഷ്യമിട്ട് തന്നെ ആകണം ഇപ്പോൾ മുരളീധരൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ജി സുധാകരൻ പറഞ്ഞത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വീണ്ടും മുരളീധരൻ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ട, ആ ആശങ്കപ്പെടുന്നവരുടെ വയറെരിയുന്നവർക്ക് ആശ്വാസമാകുന്ന ആ നിലപാട് കൂടി ഈ സർക്കാർ ഇല്ലാതാക്കുകയാണല്ലേ. ഷാജഹാൻ, ഏതായാലും ജി സുധാകരനാണ് ഇതിൽ തുടക്കമിട്ടത്. ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഇങ്ങനെ സൗജന്യമായ ഭക്ഷണം വിതരേണ്ട കാര്യം ഇല്ല, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് ഈ സുധാകരനും മുരളീധരനും അടക്കമുള്ളവർ കരുതുന്നത്. തീർച്ചയായിട്ടും സിജു, എന്തായാലും ജനങ്ങളെയൊക്കെ തന്നെ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവർക്ക് മാത്രമേ അതിന്റെ ഗുണം മനസ്സിലാവുകയുള്ളൂ. കാര്യം ഒരു ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രം ഏതാണ്ട് 2500-ലധികം രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ ഭക്ഷണം വാങ്ങി പോവുകയാണ്. സാധാരണക്കാരെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രഖ്യാപനമായി പോയി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതിന് കാരണം അമ്പലപ്പുഴയിലെ MLA കൂടിയായിട്ടുള്ള മുൻ മന്ത്രി ജി സുധാകരൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അത്തരം ഒരു നിർദ്ദേശവും നൽകിയ കാര്യം സർക്കാർ ആശുപത്രി, പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സൗജന്യ ഭക്ഷണ വിതരണം നിർത്തലാക്കി സർക്കാർ ഏറ്റെടുത്ത് നടക്കണം. പക്ഷെ സർക്കാരിന് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നിലവിൽ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന പേരിൽ HDF അതായത് ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഡിവൈഎഫ്ഐ പോലുള്ള സംഘടന ഏതാണ്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷണം നൽകി കഴിഞ്ഞു. ഒരു ദിവസം ഏതാണ്ട് 40,000-ലധികം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നു. ഇതിനൊക്കെ തന്നെ തടസ്സം വന്നിരിക്കുകയാണ് ജി സുധാകരന്റെ ഈ നിലപാടോടുകൂടി. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സർക്കാർ ആശുപത്രികളിൽ സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്.